നത്തോലി എങ്ങനെയുണ്ട് സംഭവം? കടലിന്റെ സൈഡിൽ ഇന്ന് വില കുറവുണ്ട്. ഇതിപ്പോ എന്താ അർജന്റ് ആയിട്ട് ഇവിടെ തന്നെ എല്ലാം നുള്ളണത്? വീട്ടിൽ കൊടുത്തയച്ചാ എല്ലാവർക്കും എളുപ്പമാവും ജോലികളൊക്കെ. ആണോ? നമ്മുടെ വീട്ടാവശ്യത്തിനാണ് നുള്ളി കൂട്ടുന്നത്. ചേച്ചി അതേപോലെ വീട്ടാവശ്യത്തിന് നുള്ളിക്കൊണ്ടിരിക്കുകയാണോ? വീട്ടിലുള്ള മക്കൾക്ക് ഭയങ്കര തിരക്കാണ്, സ്കൂളിലെ, അപ്പൊ അതുകൊണ്ട് ഭയങ്കര തിരക്കാണ് അവർക്ക്. നമ്മുടെ നുള്ളി പറക്കി കൊണ്ടുപോയാൽ അവർ പെട്ടെന്ന് കറി ഉണ്ടായി പെട്ടെന്നാവും. മക്കൾക്ക് പെട്ടെന്നാവും. നത്തോലി മാത്രമേ വാങ്ങിച്ചോളാം. നത്തോലി മാത്രമേ ഉള്ളു കടപ്പുറത്ത്. എല്ലാ സംഭവം ക്ലീൻ ചെയ്ത് വെച്ചോണ്ടിരിക്കുകയാണ്. ഓക്കെ, ബാക്കിൽ പോകുന്ന സമയത്ത് നമ്മൾ അടുത്ത് ചേച്ചി എന്തൊക്കെ മീനുണ്ട് ഇന്ന്? നത്തോലി മീനുണ്ട്. നത്തോലിയേ ഇന്നുള്ളൂ. എന്തൊക്കെ നിങ്ങൾ എന്തൊക്കെ വാങ്ങിച്ചു? ഞങ്ങള് നത്തോലിയെ മേടിച്ചത്. നത്തോലിയല്ല കട്ടയാണത്. ഇതെന്ത് മീനാ? കോരമീൻ. ഇതെന്താ അർജന്റ് ആയിട്ട് ഇന്ന് ഒരിക്കലില്ല എവിടെ വെച്ച് കട്ട് ചെയ്യണത്? വീട്ടിൽ പൊരിക്കാൻ വേണ്ടി പിള്ളേർക്ക്. ആണോ? സ്കൂളിൽ വിടാൻ വേണ്ടി. സ്കൂള് സമയമായല്ലോ, മണി ഇപ്പൊ 7:30 ആയല്ലോ. പെട്ടെന്ന് നേരെ വീട്ടിലോട്ട് പോകും. ഇപ്പൊ നല്ല പച്ച മീൻ, ഫ്രഷ് മീൻ. ഇതൊന്നും പൊരിച്ചാൽ മാത്രം മതിയല്ലേ? ചേച്ചിയുടെ അടുത്ത് ചോദിക്കാം. നമ്മള് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരു പ്രാവശ്യം വീഡിയോ ഇട്ടപ്പം നമ്മുടെ തുറമുഖം വരുന്നതിനെ പറ്റി പറഞ്ഞില്ലേ? ഇപ്പൊ എങ്ങനെയാണ് തുറമുഖമൊക്കെ പിന്നെ വരാൻ വേണ്ടി പോവല്ലേ? തുറമുഖം വരാതെ പോകുന്നു. അങ്ങനെ എല്ലാവർക്കും ഒരു സന്തോഷം. എന്താണ് പ്രതീക്ഷ? പ്രതീക്ഷ ഇങ്ങനെ തുറമുഖ കടൽ വന്ന് എല്ലാം നശിച്ചോണ്ടല്ലേ ഇരിക്കുന്നത്. വരുമ്പം ഒരു നാശനഷ്ടം വരൂല എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ ദിവസവും ഇവിടെ ജോലിയാണ്, നിങ്ങൾക്ക് ഇവിടെ കച്ചവടം നടക്കും. 12 മാസം ഇവിടെ ജോലിയല്ലേ. എന്തായാലും നമുക്ക് അപ്പുറത്തിപ്പുറത്ത് പോവണ്ടല്ലോ. അപ്പുറത്തുള്ള തള്ളലും ഇടിയും കുത്തും അവിടെ വഴക്കും ഒന്നും ചോദിക്കണ്ട. ഇവിടെ തന്നെ എല്ലാ കച്ചവടം നടക്കും. ഇവിടെ തന്നെ നടക്കും. അപ്പൊ എല്ലാവർക്കും നിന്ന് സൗകര്യമായിട്ട് മീൻ മേടിക്കാം. വഴക്ക് കൂടണ്ട. സാധാരണയായിട്ട് ഏതൊക്കെ മാസങ്ങളിലാണ് ഇവിടെ കടൽക്ഷോഭം ഉള്ളത്? ഇവിടെ ഈ 3 മാസവും കടൽക്ഷോഭമുണ്ട്. പക്ഷെ ആ സമയം ഇനിയിപ്പോ ജോലി ചെയ്യാം. ഇവിടെ ജോലി വിഴിയത്ത് വെള്ളം പിടിച്ച് ആ മീൻ ഇവിടെ കൊണ്ടുവന്നാണ് വണ്ടി. ഓക്കെ, ആ 3 മാസം വിഴിയത്താണ് വെള്ളം പിടിക്കുന്നത്. പിടിച്ച് വണ്ടി കയറ്റി ഇവിടെ കൊണ്ടുവന്ന് വിൽക്കും. ഓക്കെ, ഇപ്പൊ വരാൻ വേണ്ടി പോകുന്നില്ല. എന്താണ് സംഭവം പ്രതീക്ഷ? തുറമുഖം വന്നാൽ നല്ല മീൻ നമുക്ക് ഇവിടെ കഴിക്കാം. ഒരിടത്ത് ഇടിയോ കുത്തോ കൊള്ളണ്ട, വിഴിഞ്ഞം പോകണ്ട. നമ്മുടെ നാട്ടിൽ വന്നാൽ നമ്മൾ സുഖമായിട്ടിരിക്കാം. തുറമുഖം വന്നാൽ നമുക്ക് നല്ലത്. എത്രയും പെട്ടെന്ന് വരണമെന്നാണ് ആഗ്രഹം. എത്രയും പെട്ടെന്ന് തുറമുഖം നാട്ടിൽ വരണം. ഇതാണ് നമ്മുടെ ആഗ്രഹം. നമ്മള് വീഡിയോ ചെയ്ത് അതിന്റെ 3-ന്റെ അന്ന് തുറമുഖത്തിന്റെ ന്യൂസ് വന്നു അല്ലേ? അപ്പൊ അത്രയും ലക്കുള്ള ആളാണ് ഞാൻ. ഉള്ളത് തന്നെ. അല്ല, ആരെങ്കിലും പറഞ്ഞായിരുന്ന നിങ്ങളെ വീഡിയോ കണ്ട് അതിന്റെ അടുത്ത ദിവസം തന്നെ തുറമുഖത്തിന്റെ ന്യൂസ് വന്ന കാര്യം? വേറെ ഒരാൾ വന്ന് പറഞ്ഞു തുറമുഖം വരുന്നു, തുറമുഖം നാട്ടിൽ വരണം. ഇപ്പൊ സാധാരണയായിട്ട് ഏതൊക്കെ മാസങ്ങളിലാണ് നമ്മളിവിടെ പൂന്തറയിൽ കൂടുതലായിട്ട് മീൻ പിടിക്കാനൊക്കെ പോകാൻ ബുദ്ധിമുട്ട്? കർക്കിടക മാസം. പിന്നെ ഒറ്റ മാസം തന്നെ ഇല്ല, 3 മാസമുണ്ട്. അപ്പൊ ആ ഒരു 3 മാസം അടുത്ത പ്രാവശ്യത്തിനകത്ത് തന്നെ തുറമുഖം വരട്ടെ അല്ലേ? വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഉപകാരമാവും. തുറമുഖം വന്നാൽ നല്ല മീൻ വരും. ഹാർബർ വന്നാൽ എല്ലാ മീനുകളും ഇവിടെ വിൽക്കാം. സാധാരണ ഇവിടെ വെച്ചിട്ട് നുള്ളാറില്ലല്ലോ മീൻ. ഇപ്പൊ എന്ത് പറ്റി ഇവിടെ വെച്ച് തന്നെ? മഴയായതുകൊണ്ട് ജോലി ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഈ ബിസിനസ് ഉള്ളതുകൊണ്ട് പിന്നെ അങ്ങനെ ചുമ്മാ വീട്ടിൽ ഇരിക്കുന്നില്ല. വിചാരിച്ച് നുള്ളി കൊണ്ടുപോവാം. കുറച്ച് റെസ്റ്റ് കിട്ടുമല്ലോ. റെസ്റ്റ് കിട്ടും. എല്ലാ ദിവസവും മീൻ നുള്ളി കൊടുക്കുവോ? എല്ലാ ദിവസവും ഇല്ല, ജോലി ഇല്ലാത്ത ദിവസം നമ്മൾ സഹായിക്കും. പിന്നെ നത്തോലി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ലേ? വേറെ ഒരു മീനും ഇല്ല, വേറെ നത്തോലി മാത്രമേ ഉള്ളൂ. ബ്രോയുടെ നുള്ളല് കാണാം. നുള്ളിക്കാം. സംഭവം നത്തോലി എങ്ങനെയാണ് സംഭവം ശാസ്ത്രീയമായിട്ട് നുള്ളേണ്ടത് എന്നുള്ളത് കാണിച്ചു തരും. ചെറിയ സൈസ് നത്തോലിയുണ്ടല്ലേ? നിങ്ങൾക്ക് ഇഷ്ടം?